ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പി എസ് സി വൈബ്. പി എസ് സി വൈബിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പി എസ് സി 2025 നടത്തിയ ലേറ്റസ്റ്റ് ആയിട്ട് നടത്തിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ അനുബന്ധ വിവരങ്ങളുമാണ്. അതിൻ്റെ പാർട്ട് 3 ആണ്. 2 പാർട്ട് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇതോടുകൂടി നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്ന് പറയുന്നത് 5/2025 ആണ്. അപ്പോൾ നോക്കാം. നറോറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ, ഗുജറാത്ത്, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഉത്തർപ്രദേശാണ്. നറോറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശാണ്. ഓക്കെ, ഇനി കൈഗ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൈഗ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. കൈഗ കർണാടകയിലാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത് എവിടെയാണ്? കസാൻ, റഷ്യ; കെയ്റോ, ഈജിപ്ത്; ദുബായ്, UAE; ബീജിംഗ്, ചൈന. 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, കസാനാണ്. റഷ്യയിലെ കസാനിലാണ് 2024 ബ്രിക്സ് ഉച്ചകോടി നടന്നത്. ഓക്കെ, ഇനി 2023 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി സൗത്ത് ആഫ്രിക്ക ആയിരുന്നു. 2023 വേദി സൗത്ത് ആഫ്രിക്ക, 2024 കസാൻ, റഷ്യ. ഇനി 2025 വേദി ബ്രസീലാണ്. 2025 വേദി ബ്രസീൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഗുർ, ഖണ്ഡസാരി എന്നീ പദങ്ങൾ ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ്? ഇരുമ്പുരുക്ക് വ്യവസായം, ടെക്സ്റ്റൈൽ വ്യവസായം, പഞ്ചസാര വ്യവസായം, രാസ വ്യവസായം. ഉത്തരം ഓപ്ഷൻ സി ആണ്, പഞ്ചസാര വ്യവസായമാണ്. ഗുർ, ഖണ്ഡസാരി എന്നീ പദങ്ങൾ പഞ്ചസാര വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഉരുക്ക് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മാംഗനീസിന്റെ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ്, മധ്യപ്രദേശ്, കർണാടകം, ഒഡീഷ. ഉരുക്ക് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മാംഗനീസ് നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, മധ്യപ്രദേശാണ്. മാംഗനീസ് നിക്ഷേപം കൂടുതലുള്ളത് മധ്യപ്രദേശ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അജണ്ട 21 എന്നത് എന്തിനെ കുറിക്കുന്നു? ആഗോള സുസ്ഥിര വികസനം, രാജ്യാന്തര വനവൽക്കരണ പദ്ധതി, അന്തർദേശീയ സമുദ്രതട സംരക്ഷണം, പശ്ചിമഘട്ട വന വന്യജീവി സംരക്ഷണം. ഉത്തരം ഓപ്ഷൻ എ ആണ്, ആഗോള സുസ്ഥിര വികസനം. അജണ്ട 21 എന്നത് ആഗോള സുസ്ഥിര വികസനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളും അതുമായി ബന്ധപ്പെട്ട വകുപ്പുകളും ചുവടെ തന്നിരിക്കുന്നു. ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സമത്വത്തിനുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിന് എതിരെയുള്ള അവകാശം. ഇതിൽ കറക്റ്റായിട്ട് ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1 ഡി ആണ്, 2 സി ആണ്, 3 എ, 4 ബി. ഓപ്ഷൻ എ ആണ് ആൻസർ. 1 ഡി. 1 ഏതാണ്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 19 മുതൽ 22 വരെയുള്ള വകുപ്പുകളാണ്. ഇനി സമത്വത്തിനുള്ള അവകാശം 2 സി ആണ്, 14 മുതൽ 18 വരെയുള്ള വകുപ്പുകളാണ്. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 3 ഏതാണ്? 3 എ ആണ്. മതസ്വാതന്ത്ര്യം 25 മുതൽ 28 വരെയുള്ള വകുപ്പുകളാണ്. 4-മത്തത് ചൂഷണത്തിനെതിരെയുള്ള അവകാശം 4, ചൂഷണത്തിന് എതിരെ 4 ബി ആണ്, 23 മുതൽ 24 വരെയുള്ള വകുപ്പുകൾ. ഉത്തരം ഓപ്ഷൻ എ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? പോറ്റി ശ്രീരാമലു, പിംഗലി വെങ്കയ്യ, വെങ്കിട ചെല്ലയ്യ, പ്രേം ബിഹാരി നാരായൺ. ഉത്തരം ഓപ്ഷൻ ബി ആണ്, പിംഗലി വെങ്കയ്യ. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിംഗലി വെങ്കയ്യാണ്. ഇനി പതാകകളെക്കുറിച്ചുള്ള പഠനം ചോദിക്കാറുണ്ട്. പതാകകളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് വെക്സിലോളജി എന്നാണ്. പതാകകളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് വെക്സിലോളജി. ഇനി ഇന്ത്യയുടെ ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം ചോദിക്കാറുള്ളതാണ്. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം 3:2 ആണ്. 3:2. ഓക്കെ, നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം 3:2. അടുത്ത ക്വസ്റ്റ്യൻ. ചൂടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാമെന്നാണ് ക്വസ്റ്റ്യൻ. ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുക, ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, സമഗ്രത എന്നിവയെ മുറുകെ പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക, ശാസ്ത്ര വികാസം, മാനവിക പുരോഗതി, മാനവികത എന്നിവയുടെ വികാസം സംബന്ധിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക. ഇത് ശരിയായിട്ടുള്ള ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാം ശരിയാണ്. ഇതെല്ലാം കർത്തവ്യങ്ങളിൽ പെടുന്നതാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, രാഷ്ട്രപതിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഓക്കെ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതി തന്നെയാണ്. ഓക്കെ, ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ കാലാവധി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. ചോദിക്കാറുണ്ട് 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതാണ്? 2005 വിവരാവകാശ നിയമം അനുസരിച്ച് നിലവിൽ വന്നതാണ് വിവരാവകാശ കമ്മീഷൻ. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ വിരമിക്കൽ പ്രായം 70 വയസ്സാണ്. ഇതിൽ ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം മാത്രമാണ് ശരി. 2005 വിവരാവകാശ നിയമം അനുസരിച്ചാണ് നിലവിൽ വന്നത്. അതുപോലെ ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വിരമിക്കൽ പ്രായം 70 വയസ്സ് എന്നുള്ളത് തെറ്റാണ്. ഓക്കെ. ചാനലിൽ PSC വൈബിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ എന്നിവയുടെയൊക്കെ ക്ലാസ്സുകൾ സ്പെഷ്യലായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. കാണാത്തവരൊന്ന് പ്ലേലിസ്റ്റ് നോക്കി കണ്ടേക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ, ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയ ഏറ്റവും കൂടിയ മൂലകം ഏതാണ്? ക്ലോറിൻ, ബ്രോമിൻ, ഫ്ലൂറിൻ, അയഡിൻ. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏതാണ്? ക്ലോറിൻ, ബ്രോമിൻ, ഫ്ലൂറിൻ, അയഡിൻ. ഉത്തരം ഓപ്ഷൻ സി ആണ്, ഫ്ലൂറിനാണ്. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഫ്ലൂറിൻ. അടുത്ത ക്വസ്റ്റ്യൻ, സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയ് സ്റ്റീൽ ഏതാണ്? നിക്രോം, അൽനിക്കോ, സ്റ്റെയിൻലെസ് സ്റ്റീൽ, വെങ്കലം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, അൽനിക്കോയാണ്. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയ് സ്റ്റീൽ അൽനിക്കോ. അടുത്തത്, താഴെ തന്നിരിക്കുന്നവയിൽ തെർമോപ്ലാസ്റ്റിക് അല്ലാത്തത് ഏതാണ്? പോളിത്തീൻ, പോളിവിനൈൽ ക്ലോറൈഡ്, ബേക്കലൈറ്റ്, നൈലോൺ. തെർമോപ്ലാസ്റ്റിക് അല്ലാത്തത് ഏതാണ് ക്വസ്റ്റ്യൻ? ഉത്തരം ഓപ്ഷൻ സി ആണ്, ബേക്കലൈറ്റ് ആണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രോട്ടോണിന് ആ പേര് നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ്, ഗോൾഡ്സ്റ്റൈൻ, JJ തോംസൺ, വില്യം ക്രൂക്സ്. പ്രോട്ടോണിന് ആ പേര് നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ഏണസ്റ്റ് റൂദർഫോർഡ് ആണ് പ്രോട്ടോണിന് പേര് നൽകിയത്. ഇനി ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് JJ തോംസൺ ആണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് JJ തോംസൺ. അടുത്ത ക്വസ്റ്റ്യൻ, LPGയിലെ മുഖ്യ ഘടകം ഏതാണ്? മീഥൈൻ, ബ്യൂട്ടൈൻ, ഈഥൈൻ, പ്രൊപ്പൈൻ. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ബ്യൂട്ടൈൻ ആണ്. LPGയിലെ മുഖ്യ ഘടകം ഓപ്ഷൻ ബി, ബ്യൂട്ടൈൻ. അടുത്ത ക്വസ്റ്റ്യൻ, സസ്യങ്ങളിൽ ബീജസംയോഗത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനം ഏതാണ്? സസ്യങ്ങളിൽ ബീജസംയോഗത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനം ഏതാണ്? ഓവ്യൂൾ വിത്താകുന്നു, പരാഗണം, പുംബീജങ്ങൾ രൂപം കൊള്ളുന്നു, അണ്ഡം ഉണ്ടാകുന്നു. സസ്യങ്ങളിൽ ബീജസംയോഗത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ഓവ്യൂൾ വിത്താകുന്നു. ഓപ്ഷൻ എ ആണ് ആൻസർ, ഓവ്യൂൾ വിത്താകുന്നു. ബീജസംയോഗത്തിന് ശേഷം അണ്ഡം അല്ലെങ്കിൽ ഓവ്യൂൾ വിത്താവുകയും അണ്ഡാശയം ഫലമാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, എക്സിറ്റു കൺസർവേഷന് ഉദാഹരണം ഏത്? ബയോസ്ഫിയർ റിസർവുകൾ, നാഷണൽ പാർക്കുകൾ, ബൊട്ടാണിക്കൽ ഗാർഡനുകൾ, കമ്മ്യൂണിറ്റി റിസർവുകൾ. എക്സിറ്റു കൺസർവേഷന് ഉദാഹരണമാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്, ബൊട്ടാണിക്കൽ ഗാർഡനുകളാണ്. ബോട്ടാണിക്കൽ ഗാർഡനുകളാണ് എക്സിറ്റു കൺസർവേഷന് ഉദാഹരണം. സുവോളജിക്കൽ പാർക്കുകൾ, ബോട്ടാണിക്കൽ ഗാർഡനുകളൊക്കെ എക്സിറ്റു കൺസർവേഷന് ഉദാഹരണമാണ്. ബാക്കി 3 ബയോസ്ഫിയർ റിസർവുകൾ, നാഷണൽ പാർക്കുകൾ, കമ്മ്യൂണിറ്റി റിസർവുകളൊക്കെ ഇൻസിറ്റു കൺസർവേഷനാണ് ഉദാഹരണം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഗ്രന്ഥികോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം തിരഞ്ഞെടുക്കുക. ഫേനം, റൈബോസോം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾജി കോംപ്ലക്സ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഗോൾജി കോംപ്ലക്സ് ആണ്. ഗ്രന്ഥികോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം ഗോൾജി കോംപ്ലക്സ്. ഓക്കെ. ഇനി കോശത്തിലെ മാംസ്യനിർമ്മാണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് റൈബോസോമാണ്. കോശത്തിലെ മാംസ്യനിർമ്മാണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് റൈബോസോമാണ്. ഇനി എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ് കോശത്തിന് ദൃഢതയും ആകൃതിയൊക്കെ നൽകുന്നത്. കോശാസ്ഥി കൂടം എന്നൊക്കെ അറിയപ്പെടുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ രക്തത്തിൽ കാണുന്ന പ്രോട്ടീൻ കണ്ടെത്തുക. ക്രിയാറ്റിനിൻ, ഗ്ലോബുലിൻ, സൂബറിൻ, ലിഗ്നിൻ. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഗ്ലോബുലിൻ ആണ്. താഴെ തന്നിരിക്കുന്നവ രക്തത്തിൽ കാണുന്ന പ്രോട്ടീൻ ഏതാണ്? ഗ്ലോബുലിൻ. അടുത്തത്, തന്നിരിക്കുന്നവയിൽ മാംസ്യത്തിൻ്റെ ദഹനവുമായി ബന്ധമില്ലാത്തത് തിരഞ്ഞെടുക്കാനാണ്. പ്രോട്ടിയേസ്, ലിപ്പേസ്, പെപ്സിൻ, ട്രിപ്സിൻ. തന്നിരിക്കുന്നതിൽ മാംസ്യത്തിൻ്റെ ദഹനവുമായി ബന്ധമില്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി, ലിപ്പേസ് ആണ്. കൊഴുപ്പിൻ്റെ ദഹനവുമായി ബന്ധപ്പെട്ടതാണ് ലിപ്പേസ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രവേഗമാറ്റത്തിൻ്റെ നിരക്ക് ഏതാണ്? വേഗത, ദൂരം, സ്ഥാനാന്തരം, ത്വരണം. പ്രവേഗമാറ്റത്തിൻ്റെ നിരക്ക് അറിയപ്പെടുന്നത് ഓപ്ഷൻ ഡി, ത്വരണമാണ്. പ്രവേഗമാറ്റത്തിൻ്റെ നിരക്ക് ത്വരണം. അടുത്തത്, ബലത്തിൻ്റെ യൂണിറ്റ് ഏതാണ്? പാസ്കൽ, ന്യൂട്ടൺ, ജൂൾ, കലോറി. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ന്യൂട്ടൺ ആണ്. ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ. മർദ്ദത്തിൻ്റെ യൂണിറ്റ് പാസ്കൽ ആണ്. വർക്ക്, ഹീറ്റ്, എനർജി. വർക്ക്, ഹീറ്റ്, എനർജി ഇതിൻ്റെ മൂന്നിൻ്റെയും യൂണിറ്റാണ് ജൂള്. വർക്ക്, ഹീറ്റ്, എനർജി ഇതിൻ്റെ യൂണിറ്റ് ജൂളാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജമാണ്
സ്ഥിതികോർജ്ജം, ഗതികോർജ്ജം, യാന്ത്രികോർജ്ജം, സ്ഥാനോർജ്ജം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഗതികോർജ്ജമാണ്. ഒരു വസ്തുവിന് അതിൻ്റെ ചലനം മൂലം ലഭിക്കുന്ന ഊർജ്ജമാണ് ഗതികോർജ്ജം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ഗ്രീൻ എനർജി അല്ലാത്തത് ഏതാണ്? സൗരോർജ്ജം, കാറ്റിൽ നിന്നുള്ള ഊർജ്ജം, അറ്റോമിക് റിയാക്ടറുകൾ, ഹൈഡ്രോ ഇലക്ട്രിക് പവർ. ഉത്തരം ഓപ്ഷൻ സി ആണ്, അറ്റോമിക് റിയാക്ടറുകളാണ്. തന്നിരിക്കുന്നവയിൽ ഗ്രീൻ എനർജി അല്ലാത്തത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഉത്തരം ഓപ്ഷൻ സി, അറ്റോമിക് റിയാക്ടറുകൾ. ഓക്കെ. അടുത്തത്, കടലിൻ്റെ ആഴം അളക്കുന്നതിനുള്ള ഉപകരണമാണ് സോണാർ. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന തരംഗം ഏതാണ്? സോണാറിൽ ഉപയോഗിച്ചിരിക്കുന്ന തരംഗം ഏതെന്നാണ് ക്വസ്റ്റ്യൻ. അൾട്രാസോണിക്, ഇൻഫ്രാസോണിക്, ഭൂകമ്പ തരംഗങ്ങൾ, സീസ്മിക് തരംഗങ്ങൾ. ഉത്തരം ഓപ്ഷൻ എ ആണ്, അൾട്രാസോണിക് ആണ്. സോണാറിൽ ഉപയോഗിച്ചിരിക്കുന്നത് അൾട്രാസോണിക് തരംഗങ്ങളാണ്. കടലിൻ്റെ ആഴം അളക്കുന്ന ഉപകരണമാണ് സോണാർ. അതിലുപയോഗിച്ചിരിക്കുന്ന തരംഗം ഏതാണ്? അൾട്രാസോണിക്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്നവയിൽ നിന്ന് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. വൃക്കയിൽ ജലത്തിൻ്റെ പുനരാഗീകരണത്തിലൂടെ വാസോപ്രസിൻ ശരീരത്തിൻ്റെ ജലത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്നു. വേനൽക്കാലത്ത് വാസോപ്രസിൻ്റെ അളവ് കുറവായിരിക്കും. മഴക്കാലത്തും തണുപ്പുകാലത്തും വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറവായിരിക്കും. വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം വൃക്കയിൽ ജലത്തിൻ്റെ പുനരാഗീകരണം കുറയും. ഇതിൽ തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, തെറ്റാണ് ചോദിച്ചിരിക്കുന്നത്. വേനൽക്കാലത്ത് വാസോപ്രസിൻ്റെ അളവ് കുറവായിരിക്കും എന്ന് പറഞ്ഞതാണ് തെറ്റായ പ്രസ്താവന, ഓപ്ഷൻ ബി. ADH ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ എന്നറിയപ്പെടുന്നത് വാസോപ്രസിനാണ്. ADH എന്നറിയപ്പെടുന്നത് ആരാണ്? വാസോപ്രസിനാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, രോഗങ്ങളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയും തെറ്റും കണ്ടെത്തുക. എയ്ഡ്സ്, നിപ്പ എന്നിവയ്ക്ക് കാരണം വൈറസാണ്. ക്ഷയം, എലിപ്പനി എന്നിവ ബാക്ടീരിയ രോഗങ്ങളാണ്. ഡിഫ്തീരിയ, മലമ്പനി എന്നിവ വൈറസ് രോഗങ്ങളാണ്. ഡെങ്കിപ്പനി, ചിക്കൻഗുനിയ എന്നിവയ്ക്ക് കാരണം ബാക്ടീരിയയാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം ശരിയാണ്, 3ഉം 4ഉം തെറ്റാണ്. എ ആണ് ആൻസർ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ക്യൂണിക്കൾച്ചർ താഴെ തന്നിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തേനീച്ച വളർത്തൽ, മുയൽ വളർത്തൽ, പട്ടുനൂൽ പുഴു വളർത്തൽ, അതുപോലെ മത്സ്യം വളർത്തൽ. ഇതിലേതാണ് ക്യൂണിക്കൾച്ചർ? ഉത്തരം ഓപ്ഷൻ ബി ആണ്, മുയൽ വളർത്തലുമായി ബന്ധപ്പെട്ടതാണ് ക്യൂണിക്കൾച്ചർ. ഓപ്ഷൻ ബി. തേനീച്ച വളർത്തലാണ് എപ്പിക്കൾച്ചർ. എപ്പിക്കൾച്ചർ തേനീച്ച വളർത്തൽ. മുയൽ വളർത്തലാണെങ്കിൽ ക്യൂണിക്കൾച്ചർ. പട്ടുനൂൽ പുഴു വളർത്തലാണ് സെറിക്കൾച്ചർ. മത്സ്യം വളർത്തലാണെങ്കിൽ പിസിക്കൾച്ചർ. പിസിക്കൾച്ചർ മത്സ്യകൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, കൈക്കുഴ, കാൽക്കുഴ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി ഏതാണ്? ഗോളരസന്ധി, വിജാഗിരിസന്ധി, കീലസന്ധി, തെന്നി നീങ്ങുന്ന സന്ധി. കൈക്കുഴ, കാൽക്കുഴ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, തെന്നി നീങ്ങുന്ന സന്ധിയാണ്. കൈക്കുഴ, കാൽക്കുഴ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി തെന്നി നീങ്ങുന്ന സന്ധിയാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, സിനാപ്സ്. സിനാപ്സുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. 2 നെഫ്രോണുകൾക്കിടയിൽ കാണപ്പെടുന്നു. പേശികോശത്തിനും ന്യൂറോണിനുമിടയിൽ കാണപ്പെടുന്നു. 2 ന്യൂറോണുകൾക്കിടയിൽ കാണപ്പെടുന്നു. 2 പേശികോശങ്ങൾക്കിടയിൽ കാണുന്നു. ഇതിൽ ഉത്തരം ഓപ്ഷൻ ബി ആണ്, 2ഉം 3ഉമാണ് ശരി. രണ്ടാമത്തത് പേശികോശത്തിനും ന്യൂറോണിനുമിടയിൽ കാണുന്നു. അതേപോലെ മൂന്നാമത്തത് 2 ന്യൂറോണുകൾക്കിടയിൽ കാണപ്പെടുന്നു. സിനാപ്സുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 2ഉം 3ഉമാണ് ശരി. ഇത്രയും ചോദ്യങ്ങളായിരുന്നു ഈ ക്വസ്റ്റ്യൻ പേപ്പർ 5/2025 ഉണ്ടായിരുന്നത്. നമ്മൾ 3 പാർട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ പഠിച്ചോളുക. റിലേറ്റഡ് ഫാക്ട്സ് പഠിച്ചുകൊണ്ട് പോകുന്നത് വരുന്ന പരീക്ഷകളിൽ എന്തായാലും നമുക്ക് ഉപകാരപ്പെടും. ഈ ഒരു ക്ലാസ്സുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.